2 ദിവസം കൂടെ കഴിയുമ്പോൾ സ്കൂള് തുറക്കും. സാധാരണക്കാരൻ്റെ മക്കളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഒന്ന്, മഴ കാരണം പണിയില്ല. മുട്ട നെഞ്ചിൽ വച്ച കുഞ്ഞിറങ്ങി ഓടും. ആ പരുവത്തിലാണ് ഒരുവിധപ്പെട്ട എല്ലാ സാധാരണക്കാരായ മലയാളികളും. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജും കോളുകളും എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബാഗ് വാങ്ങിച്ചു തരൂ, ബുക്ക് വാങ്ങിച്ചു തരുമോ എന്നൊക്കെയാണ്. ഒരു സാധാരണ ഫോട്ടോഗ്രാഫറിന്റെ വരുമാനം വെച്ച് ജീവിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ എനിക്ക് ഒരു നമ്പറിൽ നിന്ന് ഒരുപാട് കോള് വന്നു. ചേട്ടാ, സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ല, അഡ്മിഷൻ ഫീസിനുള്ള പൈസ ഇല്ല, ബാഗ് വാങ്ങിച്ചു തരൂ, ബുക്ക് വാങ്ങിച്ചു തരൂ, ഏതെങ്കിലും ഒന്ന് ചെയ്യൂ. അവസാനം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ 1000 രൂപയെങ്കിലും തരുമെന്ന്. പക്ഷെ ആ ചോദ്യത്തിന്റെ ദയനീയത എന്തോ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കാര്യം അവരുടെ അടുത്ത് അവതരിപ്പിച്ചു. എന്തായാലും മക്കൾക്ക് ബുക്ക് വാങ്ങിക്കാൻ പോകണം, ബാഗ് വാങ്ങിക്കാൻ പോകണം. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ട്രിവാൻഡ്രത്ത് പോലീസ് ക്ലബ്ബിൽ പോയി ബുക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മക്കളെ 4 ബാഗ് എടുത്ത്. ആക്ച്വലി എനിക്ക് 2 മക്കളേ ഉള്ളൂ, പക്ഷെ അവർ 2 എക്സ്ട്രാ എടുത്ത്. ഞാൻ ചെന്തിരിന്ന് വെച്ച് പറഞ്ഞു, പപ്പ ഇന്നലെ വിളിച്ചില്ലേ ആൻറ്റിയുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാം. പക്ഷെ അവിടെ 3 മക്കളുണ്ടായിരുന്നു. എന്തായാലും ഒരെണ്ണം കൂടെ എൻ്റെ കണക്കായിട്ട് ഞാനും എടുത്തു. ഏതായാലും 3 ബാഗുമായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ പോയി. പിന്നെ നടന്നത് ഞങ്ങളെ എല്ലാവരെയും കണ്ണ് നിറയിക്കണ കാഴ്ചകളെ പറയുമ്പോൾ പോലും എൻ്റെ കണ്ണിട്ട് നിറയാനുണ്ട്. കാരണം ദൈവമേ, ഒരിക്കലും ഈ നൂറ്റാണ്ടിൽ ഒരു കുഞ്ഞുങ്ങൾക്കും ഈ അവസ്ഥ വരുത്തരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, കുഞ്ഞുമക്കളെ ഒന്ന് നോക്കിക്കോണേ. അടുത്ത വീഡിയോയിൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം.